Xiaomi Redmi A1 അതായത് 6499 രൂപയ്ക്ക് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വളരെ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് Xiaomi Redmi A1 എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് കൊള്ളാമോ കൊള്ളൂലേ എന്നുള്ളത് നിങ്ങളുടെ സമയം ഒന്നും തന്നെ കളയാണ്ട് എനിക്കറിയാം നിങ്ങളുടെ സമയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് അടുത്ത ഏത് വീഡിയോ ആണോ കാണാനായിട്ട് പോകുന്നതാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുതരാം. 5000 mAh ബാറ്ററി, 32 GB ഇന്റർണൽ സ്റ്റോറേജ്, 2 GB റാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 6.7 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതൊരു 720p റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പിന്നീട് നമുക്ക് ക്യാമറയായിട്ട് ബാക്കിൽ ഒരു ഡുവൽ ക്യാമറ വരുന്നുണ്ട്. 8 മെഗാ പ്ലസ് 0.3 മെഗാ പിക്സലിൻ്റെ ഒരു ഡുവൽ ക്യാമറ, ഫ്രണ്ടിലായിട്ട് 5 മെഗാ പിക്സലിൻ്റെ സെൽഫി. ഇത്രയാണ് ഈ ഒരു ഫോണിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത്. പിന്നീട് ആൻഡ്രോയിഡ് 12ൻ്റെ ഗോ എഡിഷൻ ആണ്, അതായത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലെവലിലാണ് നമ്മുടെ ഈ ഒരു ഡിവൈസ് വരുന്നത്. ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഈ ഫോൺ ഇൻട്രസ്റ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഫോൺ വാങ്ങണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 6000 അല്ലെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ബഡ്ജറ്റാണ് 7000 രൂപ അല്ലെങ്കിൽ 6500 രൂപ എന്നൊക്കെ പറയുന്നത്. അതിന് വെർത്ത് തന്നെയാണ്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡാണ്. ബിൽഡിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ്, അല്ലാതെ പ്രീമിയം സാധനങ്ങളും ഗ്ലാസ് ഒന്നുമല്ല. പക്ഷേ അവർ നല്ല രീതിക്ക് ഒരു ഗ്രിപ്പി സർഫസ്, നിങ്ങൾക്കിപ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റും കണ്ടോ, ആ ഒരു ഗ്രിപ്പ് കൊണ്ടുവന്നിട്ട് ഭയങ്കര രസമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കയ്യിൽ പിടിക്കുന്ന സമയത്ത് നല്ലൊരു ഗ്രിപ്പ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അത്രയ്ക്ക് വണ്ണമുള്ള ഒരു സാധനമൊന്നുമല്ല, കയ്യിൽ വെയിറ്റും ഫീൽ ചെയ്യുന്നില്ല. ഫിസിക്കലി നോക്കുന്ന സമയത്ത് മേളിലായിട്ടാണ് സ്പീക്കർ വെൻസ് ഉള്ളത്, റൈറ്റിലായിട്ടാണ് വോളിയം റോക്കറും അതുപോലെ തന്നെ പവർ ബട്ടണും ഉള്ളത്. താഴെ ആയിട്ടാണ് നമ്മുടെ മൈക്രോ USB പോർട്ട് ഉള്ളത്, 3.5 mm ഓഡിയോ പോർട്ട് ഉള്ളത്, അതുപോലെ തന്നെ മൈക്രോഫോൺ ഉള്ളത്. ഇടത്തെ സൈഡിലായിട്ടാണ് നമ്മുടെ സിം ട്രേയും ഉള്ളത്. നല്ലൊരു കളറുമാണ് Xiaomi ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയാമല്ലോ. നിങ്ങൾക്ക് പച്ചയായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്, നീലമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്, റെഡ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് കളേഴ്സ് എല്ലാം പക്കയാണ്. ഭയങ്കര സാച്ചുറേറ്റഡോ ഭയങ്കര എടുത്ത് നിൽക്കുന്ന കളേഴ്സൊന്നുമല്ല. ഒരു LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് അതിനുള്ള സാധനങ്ങൾ പക്കയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളയായിട്ട് തന്നെയുണ്ട്. ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്, അടിപൊളിയാണെന്ന് ഞാൻ പറയില്ല. നല്ല സൂര്യപ്രകാശത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ നിങ്ങൾക്ക് നോർമലി വീട്ടിൽ കിടന്ന് കുത്തുന്നവർക്കൊക്കെ ഇത് തന്നെ വളരെയധികം ധാരാളം. പ്രൊസസ്സർ എന്ന് പറയുന്നത് MediaTekൻ്റെ Helio A22 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പ്രൊസസ്സർ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ആസ്പാൾട്ട് 8 എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം എനിക്ക് വളരെ നന്നായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര FPS ഒന്നും ഇല്ലെങ്കിലും മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റക്കോ ലാഗോ ഒന്നും തന്നെ ഇല്ലാണ്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാതെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ നോർമൽ യൂസേജ് നോക്കിക്കഴിഞ്ഞാൽ സെറ്റിങ്സിലേക്കൊക്കെ പോകുമ്പോൾ ഇച്ചിരി 2 സെക്കൻഡ് 1 സെക്കൻഡൊക്കെ സ്ലോ ആയിട്ടാണ് പലതും ഓപ്പൺ ആവുന്നത്. ഇത് ആൻഡ്രോയിഡ് 12ൻ്റെ ഗോ എഡിഷൻ, അതായത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലെവലിലാണ് ഞാൻ വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ അമ്മമ്മയ്ക്കോ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവുന്ന ഒരു ഡിവൈസ് ഈ ഒരു ഫോണ് തന്നെയാണ്. ഇനി ക്യാമറയുടെ കാര്യം പറയാം. ക്യാമറ 8 മെഗാ പിക്സലിനുള്ളത് അത് എടുക്കുന്നുണ്ട്. 8 മെഗാ പിക്സലിനുള്ള സാധനം മാത്രമേ എടുക്കുന്നുള്ളൂ. സെൽഫി ഞാൻ ഇംപ്രസ്ഡ് ആണ്. സെൽഫി ശരിക്കും ഇംപ്രസ്ഡ് ആണ്. നല്ല ഡീറ്റെയിൽസ് കൊണ്ടുവരുന്നുണ്ട്. നല്ല രസമുണ്ട് സെൽഫി. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നോർമലി OnePlusൻ്റെ സെൽഫി പോലും എനിക്ക് കണ്ണെടുത്താൽ കൊണ്ടുവിടാത്തതാണ്. ഇതിൻ്റെ സെൽഫി എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. ആ കൊടുക്കുന്ന പൈസയ്ക്കുള്ളത് വർത്താണ്. ബാറ്ററി ബാക്കപ്പ് എങ്ങനെ പോയാലും നിങ്ങൾക്ക് നല്ലൊരു ബാറ്ററി ബാക്ക് കിട്ടും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു 720p റെസൊല്യൂഷനിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതൊരു IPS LCD ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതുപോലെ തന്നെ എന്താണ്, വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് നമ്മുടെ Xiaomi Redmi A1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ എടുക്കണോ വേണ്ടേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പർപ്പസ് എന്താണ്? നിങ്ങൾക്ക് ജസ്റ്റ് കോളിങ്, ഫോട്ടോ എടുക്കാൻ പറ്റണം, ജസ്റ്റ് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റണം, അല്ലറ ചില്ലറ ഗെയിം, ടെമ്പിൾ റൺ ഇതേപോലുള്ള ഗെയിമുകളൊക്കെ കളിക്കാൻ പറ്റണം, നല്ലൊരു ബാറ്ററി ബാക്കപ്പ് വേണം. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് സൗണ്ട് അത്ര പോരാ, ജസ്റ്റ് സ്റ്റീരിയോ ഒന്നുമല്ല, ഒരു സൈഡിൽ നിന്ന് മാത്രമേ സൗണ്ട് വരുന്നുള്ളൂ. അത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. 7000 രൂപയെ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റുള്ളൂ. വളരെ ടൈറ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യില്ല എന്നൊന്നും പറയണില്ല. അത്രത്തോളം ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.